ബീച്ച് റൗണ്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ അക്വേറിയത്തിന് എയർ പമ്പ് വെക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇതാ സാല കൈ പിടിച്ച് നിൽക്കുക കേട്ടോ. നല്ല മഴയും കാറ്റും. ഇനി കുറച്ച് കഴിയട്ടല്ലേ. റോഡ് ഫുള്ളായിട്ടോ. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നാറ് പറിക്കണില്ലേ, അത് ഈ കണ്ടാട്ടോ. അതൊക്കെ നട്ട് കഴിഞ്ഞു. അടുത്ത ലാസ്റ്റ് അനിയേട്ടൻ്റെ പറിക്കിട്ടാറല്ലോ, അത് പറിക്കല്ലത്. അത് പറിച്ച് കഴിഞ്ഞു. വണ്ടി ഇപ്പോൾ ലാസ്റ്റ് ആയില്ലാട്ടോ നിൽക്കണേ. നല്ല കുഴപ്പമില്ലാത്ത മഴ പെയ്യുന്നുണ്ട്. നാറ് പറിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കരയത്ത് ഇങ്ങനെ കയറ്റി വെക്കും. ശേഷം വണ്ടി കണ്ടം ഫുള്ള് പൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് എടുത്തിട്ട് കണ്ടത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ എറി, അല്ലെങ്കിൽ കൊട്ടയിൽ കൊണ്ടുപോയിടും. എന്നിട്ട് അത് അവരവിടുന്ന് എടുത്ത് ഇങ്ങനെ നടുവും ചെയ്യും. നടു പാടത്താട്ടോ നിൽക്കണേ. ഇടി നല്ലോണം പൊട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആശാനെ കണ്ടിട്ടോ, തവളാശാൻ. ഈ തോട്ടത്തെ വെള്ളം കണ്ടില്ലേ, അത് അപ്പുറത്തേക്ക് ഇങ്ങനെ പോയിട്ടാണ് പാടത്തും കലങ്ങിയ വെള്ളമായി മാറുന്നത് കേട്ടോ. കേട്ടോ, തോട്ടിൽ അങ്ങോട്ട് കണ്ടത്തേക്ക് നല്ലോണം വെള്ളം കിടക്കും. മുമ്പ് അവിടെ പെര ഉണ്ടായില്ല കേട്ടോ. അവിടെ പെര വന്നതാണ്, കുറച്ചായിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് ഫുള്ള് പാടേന്. ഇത് നമ്മളെ കുറ്റിപ്പുള്ളി റോഡാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഫുള്ള് പാടം. ഇതിൽ കൂടി ഇങ്ങനെ പോയിട്ട് നമ്മളെ ചെറിയൊരു സ്ഥലം അവിടെ ഉണ്ട് കേട്ടോ. ഇനി അതുപാടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മളെ സ്ഥലം. ചെറിയൊരു പള്ളിയിലാണ്. ഈ കാണുന്ന മഹാഗണി ഇല്ലേ, ഇതൊക്കെ പണ്ട് ചെറുപ്പത്തിൽ കുഴിച്ചിട്ടാട്ടോ. വലുതായി. ഇപ്പം ഞാൻ വന്നിരിക്കണതേ നേരെ നമ്മളെ പെരൻ്റെ ഓപ്പോസിറ്റാട്ടോ. കണ്ടോ, ആ തലക്കാണ് നമ്മളെ പെര. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വളപ്പിലാട്ടോ വന്ന് നിൽക്കണേ. ഇടിപൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല ഇടിപൊട്ടുണ്ട്. ഇത് നമ്മളെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള താത്താൻ്റെ പയറ് കൃഷി കേട്ടോ. ഒരു പരിഗണിയൊക്കെ കൊടുത്തരലുണ്ട്. നല്ല പയറാ. അതേപോലെ ഓല മഞ്ഞൾ കൃഷി. ഇത് ചോല കേട്ടോ. ഫസ്റ്റ് കണ്ടത് തോട്, ഞങ്ങൾ തോട് പറയും. ഇത് ചോല. ഇത് നേരെ കാട്ടിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ. ഞാൻ ആ ചോല അപ്പുറത്തേക്ക് മുറിച്ചടക്കാൻ പറ്റി നോക്കി കേട്ടോ, നടക്കൂല.
അപ്പോൾ വെല്ല വന്ന വഴിക്ക് തന്നെ വെല്ല പെരേക്ക് പോവാം. നമുക്കിനി നേരെ വരമ്പിന് പോവാം. ഇതൊരു കണ്ടത്തിൽ ഒരു കണ്ടത്തേക്ക് ട്രാക്ടർ പോകാൻ വേണ്ടിയിട്ടോ. ഇതുപോലെ ഇടയ്ക്ക് വരമ്പ് ഇങ്ങനെ കേട് വരും. ഇത് ലാസ്റ്റ് ക്ലിയർ ആക്കല, എല്ലാ പൂട്ടും കഴിഞ്ഞാൽ. അതാണ് തീർക്കാക്കട്ടോ. അടുത്തേക്ക് പോയാൽ പാറും. ഇതാണ് കുറ്റിപ്പുളി പാലട്ടോ. അതുപോലെ നമ്മൾ പഠിച്ച 4ാം ക്ലാസ് വരെ പഠിച്ച മദ്രസും നൂറുൽ ഇസ്ലാം മദ്രസ. വെള്ളം കൂടിയ കാരണത്താൽ ഇനിയിപ്പോൾ വണ്ടി ഇപ്പം പൂട്ടിലുണ്ടാവില്ല. അപ്പം ഇനി വെള്ളം ഒതുങ്ങിയതിന് ശേഷം പൂട്ടിലുണ്ടാവുള്ളൂ. ഈ സൈഡിൽ കാണുന്ന വായകളൊക്കെ വാപ്പ വെച്ചാട്ടോ. കുറേ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറേ വെട്ടി, കുറേ കൊല വെട്ടിയിരുന്നു. നമ്മളെ ഷാബുവിൻ്റെ തീറ്റപ്പുല്ല് കൃഷി. ഇത് സൂപ്പർ നൈപ്പറാണോ ഏതാണെന്ന് അറിയില്ല. CO3 ഈ ചുവപ്പ് കളർ വരുന്ന ഏതാണെന്നില്ല, അറിയില്ല കേട്ടോ. കൊടിത്തിൻ്റെ സൈഡ് കോട ഇറങ്ങലെടുത്തിനോ കേട്ടോ. കോട വെള്ളിയാഴ്ച വരലെടുത്തി. അതിൻ്റെ ഇടയ്ക്ക് സെപ്പീക്ക് നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഓന് ട്രാക്ടർക്കാരൻ്റെ അടുത്തേക്ക് പോകണം. അവർക്ക് അവിടെ കണ്ട പൂട്ടുണ്ട്. ഇവിടെല്ലോ ആ വെള്ള മീനല്ലേ കേട്ടോ. ഇനി വെള്ള മീൻ ഒരു ചെറിയ മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു സുഖമല്ല. അത് നമുക്ക് നമ്മളെ ഫിൽറ്റർ എളുപ്പം സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു എയർ ഫ്ലോ ഇങ്ങനെ കൊടുത്തോളൂ. മറ്റേതേ ഇപ്പോൾ മേലേക്ക് വരുന്നുണ്ട് കേട്ടോ. ആ തലമ്മ ചുവപ്പില്ല മീനുണ്ടാവില്ല, ഒരു പൊങ്കൽ നടത്തിക്കണം മേലേക്ക് ചെറുതായിട്ട്.